കഴിഞ്ഞ ദിവസം ഒട്ടനവധി ആളുകൾ വാഴയിലെ പാട്ട് പാടുകയും അവരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ടാഗ് ചെയ്തെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ തൻ്റെ പതിവ് തെറ്റിക്കാതെ തമ്മിൽ പിണങ്ങിപ്പോകല്ലേ എന്ന വാഴ 2 ഗാനം പാടിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജന് അത് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എത്തുകയാണ് ഭാഗ്യ. ഭാഗ്യയുടെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ ഭാഗ്യയും കുഞ്ഞനിയൻ മാധവുമായി വളരെയധികം അടുപ്പമാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിരുന്നു. ആ അടുപ്പത്തിന് ഉടനീളം തന്നെ എന്നും അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് പ്രേക്ഷകർ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അവൻ്റെ കാത്തിരുന്ന സിനിമ റിലീസാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ ഞാനിത് പാടി അവന് ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് കരുതുന്നു. എൻ്റെ കുഞ്ഞാണ് നീ, എൻ്റെ ഏറ്റവും ചെറിയ അനിയനാണ്. മറ്റുള്ള സഹോദരങ്ങളെക്കാൾ എപ്പോഴും നീ എൻ്റെ കുസൃതിയൊക്കെ കാണിച്ച് എൻ്റെ ചുറ്റും നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഈ ലോകത്ത് എന്തുണ്ടെങ്കിലും എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ആരുമില്ല എന്നൊരു തോന്നൽ വേണ്ട. ഞാൻ എപ്പോഴും ഉണ്ടാകും. അതങ്ങനെ തന്നെയായിരിക്കും. എനിക്കത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം. പക്ഷേ ഇതായിരിക്കും ആദ്യം മുന്നിൽ. നിങ്ങൾക്ക് ആരെയും റിലേ ചെയ്യാൻ ഇല്ല എന്ന തോന്നൽ വേണ്ട. ഞാനുണ്ടാകും. അതിൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഞാൻ പറയുന്നു. ഭവനിയോടും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഗോകുലിനോടും ഞാനത് പറയുന്നുണ്ട്. അതുമാത്രമല്ല, എല്ലാവരും ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്നത് ഭാഗ്യ ശ്രേയസിൻ്റെ സഹോദരിയെയും ടാഗ് ചെയ്ത് എത്തിയിട്ടുണ്ട് എന്നതാണ്. ശ്രേയസിൻ്റെ സഹോദരിയും കൂടി ടാഗ് ചെയ്ത് അവരോടൊപ്പവും ഞാനുണ്ട് എന്നും വിവാഹത്തിന് ശേഷം എനിക്ക് സഹോദരങ്ങൾ 3 മറിച്ച് 4 എന്നുകൂടി പറഞ്ഞെത്തിയിരിക്കുകയാണ്. അതിലൂടെ തന്നെ എന്തുമാത്രം നന്നായിട്ടാണ് രാധികയും സുരേഷ് ഗോപിയും ഭാഗ്യ എന്ന അവരുടെ മകളെ വളർത്തിയിട്ടുള്ളതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഓരോ തവണയും ആ വാർത്തയെപ്പറ്റി പറയുമ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയാനുള്ളത്. തമ്മിൽ പിണങ്ങിപ്പോകല്ലേ എന്ന തൻ്റെ സഹോദരങ്ങളെ മാത്രം ഓർത്തല്ല ഭാഗ്യ അത് പാടിയത്. തൻ്റെ ഭർത്താവിൻ്റെ സഹോദരങ്ങളെയും അവിടെ ഓർത്തിരിപ്പുണ്ട്. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലാകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പ്രേക്ഷകർ വളരെയധികം പ്രീതിയോടെ ഏറ്റെടുക്കുന്നൊരു കാര്യം തന്നെയാണിത്. ഓരോ തവണയും പ്രേക്ഷക പ്രീതിയോടെ തന്നെ ഈ വാർത്ത മുന്നേറുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. എല്ലാവരും ഇപ്പോൾ ഭാഗ്യയുടെ ഗാനം തന്നെയാണ് ഏറ്റെടുക്കുന്നത്. അത്രയും ഭംഗിയായി ഭാഗ്യ പാടുന്നു. രാധികയുടെ അതേ കഴിവുകളെല്ലാം ലഭിച്ച മകളാണ് ഭാഗ്യ. അവർക്ക് ലക്ഷ്മി എന്ന സങ്കടം മാറാനായി ദൈവം കൊടുത്ത ആദ്യ ഭാഗ്യപുത്രി കൂടിയാണ്. അതുകൊണ്ട് രാധികയുടെ എല്ലാ സ്വഭാവവും അതുപോലെ രാധികയുടെ കരുണയും സ്നേഹവും ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്നതും നമ്മൾ ഭാഗ്യയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭാഗ്യയുടെ വീഡിയോ വന്നപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്തത്. ഭാഗ്യയ്ക്ക് തൻ്റെ സഹോദരങ്ങളോടുള്ള സ്നേഹം എപ്പോഴും ഇതിനു മുൻപ് പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അത് പറഞ്ഞിട്ടുമുള്ള കാര്യം തന്നെയാണ്. അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.